നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പൈപ്പ് കൂട്ടിയിട്ട് എത്ര കാലമായി ഇത്? എന്തായാലും 2-3 ദിവസത്തിനകത്തായി. വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഇവിടെ ഇല്ല, ഇവിടെ അടുത്തല്ലേ? ഇവിടെ അടുത്ത് തന്നെയാണ്. ഇത് അവരറിഞ്ഞില്ലേ എന്തോ? പാലക്കാട് കൽമണ്ഡപം ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൻ്റെ മൂക്കിന് താഴെയുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞുവെന്ന് പരിസരത്തെ വ്യാപാരികൾ പറയുന്നു. അധികൃതർ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നും അവർ കുറ്റപ്പെടുത്തി. പാലക്കാട് കോയമ്പത്തൂർ പ്രധാന പാതയിലും കോഴിക്കോട് ഭാഗത്തു നിന്നും ഒലവക്കോട് നിന്നും വരുന്ന ബൈപ്പാസ് വന്നു ചേരുന്നതും ഈ ജംഗ്ഷനിലാണ്, കൽമണ്ഡപം ജംഗ്ഷനിലാണ്. ഒട്ടേറെ അന്യ ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. വെള്ളം പാഴായി പോവുക മാത്രമല്ല, മറ്റു ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ റോട്ടിലെ വെള്ളം നിറഞ്ഞു കാണുമ്പോൾ വലിയൊരു കുഴിയാണ്, ഈ കുഴിയിൽ കുടുങ്ങുമോ എന്ന് ചിന്തിച്ച് വളരെ സ്ലോവിൽ പോകുന്നത് കൊണ്ട് ഇവിടെ ഗതാഗത കുരുക്കും കൂടുതലായിരിക്കുകയാണെന്ന് പരിസരത്തെ കച്ചവടക്കാർ പറഞ്ഞു. 3 ദിവസമായിട്ടും ഇത്തരം പ്രവൃത്തി വാട്ടർ അതോറിറ്റിക്കാരോ നഗരസഭ അധികൃതരോ ആരും തന്നെ അറിഞ്ഞില്ലെന്നുണ്ടോ എന്ന് ഇതിലൂടെ പോകുന്ന വാഹന യാത്രികരും പരിസരത്തെ വ്യാപാരികളും പറയുന്നു. ഇവിടെ കുടിവെള്ളം പാഴായിട്ടാണ് തോടുപോലെ ഈ റോട്ടിൽ കാണുന്നത്. പ്രധാന റോഡാണ് എന്നുള്ള ഒരു കാര്യം ഓർമ്മ വേണം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും ഉള്ള ഒട്ടേറെ വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അധികൃതർ എന്തേ മൗനം പാലിക്കുന്നത് എന്ന് വാഹനയാത്രികരും പരിസരത്തെ വ്യാപാരികളും കാൽനട യാത്രക്കാരും ചോദിക്കുന്നു. ഈ കുഴിയിലെ വെള്ളം കണ്ട് വാഹനങ്ങൾ വളരെ സ്ലോവിൽ പോകുന്നതുകൊണ്ട് ഈ പ്രദേശത്ത് ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്നും പറയുന്നു. നമുക്കത് കാണുകയും ചെയ്യാം. എത്രയും വേഗം ഇത് ശരിയാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിക്കാരും നഗരസഭ അധികൃതരും ഇത് കണ്ടെത്തി ഇതിനൊരു പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം വെള്ളം പാഴായി പോവുക, ഗതാഗത കുരുക്ക് കൂടുക തുടങ്ങിയവ ഇവിടെ രൂക്ഷമാകുമെന്നും പരിസരവാസികൾ പറയുന്നു. ഇത് ശ്രദ്ധിക്കാനൊന്നും ആർക്കും സമയമില്ല. ഈ വാർഡിലെ കൗൺസിലർ ഇല്ലേ എന്നും ചിലർ ചോദിച്ചു. 3-ാമത്തെ ദിവസമാണ് ഈ വെള്ളം പോയി തുടങ്ങിയത്. ഇതുവരെ അധികൃതരാരും ഒന്നും നല്ല ബ്ലോക്ക് ആവുന്നുണ്ട്. കാരണം കുടിവെള്ളം പോണ കാരണം റോഡ് ബ്ലോക്ക് ആവുന്നു. കാരണം അവിടെ കുഴിയോ വല്ലതും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വണ്ടി സ്ലോ ആണ്, അങ്ങനെ ഫുള്ള് ബ്ലോക്കാണ് വൈകുന്നേരം. വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് കൂടെ അടുത്തല്ലേ? ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ. എന്നിട്ട് അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരം. എന്താ അറിയില്ല, അവർ വന്ന് നോക്കിയില്ലാന്ന് തോന്നുന്നു. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.